ഗൾഫ് ഫോക്കസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ഇറാനിലെ കാങ്കൺ തുറമുഖത്തിലെ റിഫൈനറിയിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയെന്ന് റിപ്പോർട്ട്. ബുഷേർ പ്രവിശ്യയിലെ പാർസ് റിഫൈനറിയാണ് ആക്രമിക്കപ്പെട്ടത്. ആക്രമണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവന്നു. അതിനിടെ ഇറാനും അമേരിക്കയും നാളെ നടത്താനിരുന്ന ആണവ ചർച്ചകൾ റദ്ദാക്കി. അതിനിടെ ഇറാനിലെ എല്ലാ സ്ഥലങ്ങളിലും ആക്രമണം നടത്തുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. മെറിൻ മേരി ചാക്കോ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മെറിൻ, ഇന്നലെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചാണ് ആക്രമണം ഉണ്ടായതെങ്കിൽ ഇന്ന് ഇറാന്റെ എണ്ണപ്പാടങ്ങളിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയിരിക്കുന്നു എന്ന വിവരമാണ് അല്പസമയം മുമ്പ് പുറത്തുവന്നത്. എന്താണ് സംഭവിക്കുന്നത്? ഇരുവിഭാഗവും അതിശക്തമായി തന്നെ ആക്രമണം നടത്തുന്നുണ്ട്. അതിനിടയിൽ നാളെ നടക്കാനിരുന്ന അമേരിക്ക ഇറാൻ ചർച്ച റദ്ദാക്കി എന്നുള്ള വിവരം കൂടി പുറത്തുവരുന്നു. എന്താണ് വിശദാംശങ്ങൾ, മെറിൻ മേരി ചാക്കോ? റിജിത്ത്, ഇറാൻ ഇസ്രായേൽ ആക്രമണം രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഈ മണിക്കൂറുകളിലും ശക്തമായ ആക്രമണമാണ് ഇരുവിഭാഗവും നടത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളും അതുപോലെ തന്നെ ആണവ കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെങ്കിൽ ഇന്ന് ഈ നിമിഷം ആക്രമണം നടത്തിയിരിക്കുന്നത് ഇറാന്റെ ഓയിൽ റിഫൈനറികൾക്ക് നേരെയാണ്. പ്രധാനമായും 2 ഓയിൽ റിഫൈനറികളാണ് ആക്രമിച്ചിരിക്കുന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം. ബുഷേർ പ്രവിശ്യയിലെ പാർസ് എന്ന് പറയുന്ന ഓയിൽ റിഫൈനറിയും അതുപോലെ തന്നെ ഫജിർ ജാം എന്ന് പറയുന്ന ഓയിൽ റിഫൈനറിയുമാണ് ഇപ്പോൾ ആക്രമിക്കപ്പെട്ടത്. 2 റിഫൈനറികളിൽ നിന്നും തീപ്പുക അല്ലെങ്കിൽ പുക ഉയരുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ദൃശ്യമാണ്. ഇപ്പോൾ നേരത്തെ ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ എണ്ണപ്പാടങ്ങളിലെ തീ അണച്ചു എന്നാണ്. അത് നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ടെന്ന് തന്നെയാണ് ഇറാൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പാർസ് റിഫൈനറി എന്ന് പറഞ്ഞാൽ ഇറാന് വളരെ പ്രധാനപ്പെട്ട ഒരു ഓയിൽ റിഫൈനറിയാണ്. ഇറാന്റെ എണ്ണ ഉൽപ്പാദനത്തിന്റെ 60 മുതൽ 70% വരെ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ പാർസ് എന്ന് പറയുന്ന റിഫൈനറിയിലാണ്. എന്തായാലും ഇറാന്റെ എണ്ണപ്പാടങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇന്ന് പ്രധാനമായും ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഓപ്പറേഷൻ ലയൺ റൈസിംഗ് എന്ന പേരിൽ തുടങ്ങിയ ഒരു ആക്രമണമാണ് ഈ ഒരു തരത്തിൽ സൈനിക കേന്ദ്രങ്ങൾ അതേപോലെ തന്നെ ആണവ കേന്ദ്രങ്ങൾ തുടർന്ന് ഇപ്പോൾ എണ്ണപ്പാടങ്ങൾ എന്നീ ആക്രമണത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. പ്രധാനമായും ഇപ്പോൾ ഇറാൻ ഇപ്പോൾ തിരിച്ചടിച്ചത് പ്രധാനമായും ഇസ്രായേലിലെ പ്രധാന നഗരങ്ങളിലായിട്ടുള്ള ജെറുസലേം അതുപോലെ തന്നെ ടെൽ അവീവ് എന്നിവ ലക്ഷ്യമാക്കിയാണ് ഇസ്രായേൽ ഇപ്പോൾ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഹൈപ്പർസോണിക് മിസൈലുകളും അതുപോലെ തന്നെ ബാലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ചാണ് ഇറാന്റെ തിരിച്ചടി എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തുവരുന്നത്. അതേസമയം ഏറ്റവും സുപ്രധാനമായ കാര്യമെന്ന് പറയുന്നത് നാളെ മസ്കറ്റിൽ നടക്കാനിരുന്ന ഇറാൻ ആണവ ചർച്ചകൾ മാറ്റിയിരിക്കുന്നു, അത് റദ്ദാക്കിയിരിക്കുന്നു. ഈ ഒരു സംഘർഷ സാഹചര്യത്തിൽ ഇത്തരം ചർച്ചകൾ തുടരുന്നതിൽ അർത്ഥമില്ല, അല്ലെങ്കിൽ അത്തരം ചർച്ചകൾ അർത്ഥശൂന്യമാണെന്ന് ഇറാൻ പ്രതികരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ ഒരു ചർച്ചകൾ റദ്ദാക്കിയതായി ഇപ്പോൾ ഒമാൻ തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ മേഖല കൂടുതൽ സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുക. തൊട്ടു പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാൻ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതായത് ഇറാന്റെ എല്ലാ ആകാശത്തും ഇറാന്റെ ഓരോ മേഖലയിലും ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ പറന്നെത്തുമെന്ന് തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇതിന് ശക്തമായ ഭാഷയിൽ തന്നെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ മറുപടി നൽകിയിട്ടുണ്ട്. അത്തരത്തിലൊരു ആക്രമണത്തിന് മുതിർന്നാൽ കനത്ത തിരിച്ചടി അല്ലെങ്കിൽ ഹീനമായ ഒരു തിരിച്ചടിക്ക് ഒരുങ്ങിക്കൊള്ളുവാൻ എന്ന് തന്നെയാണ് ഇറാന്റെ പ്രസിഡന്റായിട്ടുള്ള മസൂദ് പെഷസ്കിയാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതേസമയം ലോകരാജ്യങ്ങൾ സമാധാന ശ്രമവുമായി മുന്നോട്ട് വരുന്നുണ്ട്. ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണം. മേഖലയിൽ സമാധാനത്തിലേക്ക് നയിക്കുന്ന നയതന്ത്ര ചർച്ചകളിലൂടെയാണ് ഇത്തരത്തിലുള്ള നടപടികൾക്ക് പരിഹാരം കാണണമെന്നും പറയുന്നുണ്ട്. അതേസമയം ഇറാൻ ഇപ്പോൾ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അതായത് ഇസ്രായേലിന് സഹായം നൽകുന്ന രാജ്യങ്ങളിൽ ആക്രമണം നേരിടും, അവരുടെ സൈനിക താവളങ്ങൾ ആക്രമിക്കും. പ്രധാനമായും അമേരിക്ക, UK അതേപോലെ ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾക്കാണ് ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇസ്രായേലിനെ സഹായിച്ചാൽ അവരുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഇതേപോലെ തിരിച്ചടിക്കുന്ന ഒരു രണ്ട് രാജ്യങ്ങളും, അതായത് ഇറാനും ഇസ്രായേലും തിരിച്ചടിക്കുന്ന ഒരു രീതി തന്നെ ഇപ്പോൾ തുടരുകയാണ്. ആക്രമണം രൂക്ഷമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. രജിത്ത്. മെറിൻ മേരി ചാക്കോ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ മേഖലയുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ അനുരഞ്ജന നീക്കങ്ങൾ തുടങ്ങി. സംഘർഷം മേഖലയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്ന വിലയിരുത്തലിലാണ് ഗൾഫ് രാജ്യങ്ങൾ. വെള്ളിയാഴ്ച പുലർച്ചെയോടെ ഇറാനിലെ സുപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രായേൽ നടത്തിയ ആക്രമണവും
തിരിച്ചടിയായി 24 മണിക്കൂറിനകം ഇറാൻ നടത്തിയ പ്രത്യാക്രമണവും ഗൾഫ് മേഖലയിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയത്. ഇറാന്റെ പരമാധികാരത്തിനുമേൽ എല്ലാ അന്താരാഷ്ട്ര മര്യാദകളും ലംഘിച്ച് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ ഖത്തറും സൗദി അറേബ്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ശക്തമായ ഭാഷയിലാണ് അപലപിച്ചത്. വിഷയത്തിൽ അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്നും ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും ഖത്തർ വിദേശകാര്യമന്ത്രി ആവശ്യപ്പെട്ടു. വെള്ളിയാഴ്ച രാവിലെ ഖത്തർ വിദേശകാര്യ സഹമന്ത്രി ഖത്തറിലെ ഇറാൻ അംബാസിഡറുമായി കൂടിക്കാഴ്ച നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. ഇതിന് പിന്നാലെ ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ അൽ താനി സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ ബിൻ അബ്ദുല്ല അൽ സൗദുമായി നിലവിലെ സാഹചര്യങ്ങൾ ഫോണിൽ ചർച്ച ചെയ്തു. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും ഫോണിൽ ബന്ധപ്പെട്ട് സംഘർഷം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇറാൻ വ്യോമപാത അടച്ചതോടെ ഇപ്പോൾ തന്നെ ഗൾഫിൽ നിന്നുള്ള പല വിമാന സർവീസുകളും റദ്ദാക്കുകയോ കാലതാമസം നേരിടുകയോ ചെയ്യുന്ന അവസ്ഥയാണ്. അൻവർ പാലേരി, 24 ദോഹ. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി ഫോണിൽ സംസാരിച്ച് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി ഇറാനെതിരായ ഇസ്രയേൽ ആക്രമണത്തെ ഖത്തർ അമീർ അപലപിച്ചു. ഇറാന്റെ പരമാധികാരത്തിന്റെയും അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ലംഘനമാണ് ആക്രമണം. സംഘർഷം അവസാനിപ്പിച്ച് മേഖലയെ സമാധാനത്തിലേക്ക് നയിക്കണമെന്നും ഖത്തർ അമീർ ആവശ്യപ്പെട്ടു. ഇറാനും ഇസ്രയേലും പരസ്പരം പോരടിക്കുമ്പോൾ ആശങ്കയിലാണ് വിപണികളും നിക്ഷേപകരും. അനിശ്ചിതത്വവും എണ്ണ വിതരണം തടസ്സപ്പെടുമോ എന്ന ആശങ്കയും ക്രൂഡ് വില കൂടാനിടയാക്കി. സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ സ്വർണം കുതിക്കുമ്പോൾ സംസ്ഥാനത്ത് സ്വർണ്ണവില പവന് വീണ്ടും 74,000 രൂപ കടന്നു. യുദ്ധമങ്ങ് പശ്ചിമേഷ്യയിലാണെങ്കിലും അതിന്റെ പ്രത്യാഘാതം ലോകമൊട്ടാകെ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് വിദഗ്ധർ. ആഗോള വിപണികൾ ചാഞ്ചാട്ടത്തിലാണ്. ഇറാൻ യുദ്ധത്തിലേക്ക് കടന്നതാണ് ആശങ്ക കൂട്ടിയത്. സംഘർഷം മൂർച്ഛിച്ചാൽ എണ്ണ ഉൽപാദകരായ ഇറാനിലെ എണ്ണക്കിണറുകൾ നശിപ്പിക്കപ്പെടുമെന്നും എണ്ണ വിതരണം തടസ്സപ്പെടുമെന്നുമുള്ള ഭയം ക്രൂഡ് വില കയറാനിടയാക്കി. ബ്രെന്റ് ക്രൂഡ് വില ബാരലിന് 8% കൂടി $80 പ്രശ്നപരിഹാരമായില്ലെങ്കിൽ ക്രൂഡ് വില വീണ്ടും $100 കടക്കുമെന്നാണ് പ്രവചനം. അങ്ങനെ വന്നാൽ പെട്രോളിനും ഡീസലിനും മറ്റെല്ലാ അവശ്യ സാധനങ്ങൾക്കും വില കൂടും. സംഘർഷ പശ്ചാത്തലത്തിൽ സ്വർണ്ണവിലയും കൂടി. രാജ്യാന്തര തലത്തിലെ വിലക്കുതിപ്പിന്റെ ചുവടുപിടിച്ച് സംസ്ഥാനത്ത് പവന് 200 രൂപയും ഗ്രാമിന് 25 രൂപയുമാണ് കൂടിയത്. പവന് 74,560 രൂപയിലും ഗ്രാമിന് 9,320 രൂപയിലുമാണ് വ്യാപാരം. അനിശ്ചിതത്വം തുടർന്നാൽ വിപണികളിൽ വലിയ പ്രതിഫലനമുണ്ടാകുമെന്ന് വിദഗ്ധർ പറയുന്നു. ബിസിനസ് ഡെസ്ക് 24. മാവേലി എക്സ്പ്രസിൽ പുക. S2 കോച്ചിന്റെ ഭാഗത്തു നിന്നാണ് പുക ഉയർന്നത്. തുടർന്ന് ട്രെയിൻ മാരാരിക്കുളത്ത് പിടിച്ചിട്ടു. 2 മണിക്കൂറോളം നീണ്ട ആശങ്കയ്ക്കൊടുവിൽ ട്രെയിൻ യാത്ര പുനരാരംഭിച്ചിട്ടുണ്ട്. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന്. അശ്വിൻ, എന്താണ് സംഭവിച്ചത്? ഇങ്ങനെ ഈ പുക ഉയരാൻ എന്താണ് കാരണമായി പറയുന്നത്? വിശദാംശങ്ങൾ എന്താണ് അശ്വിൻ പാലാഴി? ഇന്ന് രാത്രി 11 മണിയോടുകൂടിയാണ് മാരാരികുളത്തേക്കുള്ള യാത്രക്കിടയിൽ മംഗലാപുരത്തേക്കുള്ള യാത്രക്കിടയിൽ മാരാരികുളം ഭാഗത്ത് വെച്ച് മാവേലി എക്സ്പ്രസിന്റെ വീൽ ഭാഗത്ത് നിന്ന് പുക ഉയരുന്ന യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് അധികൃതരെ വിവരം അറിയിക്കുകയും മാരാരികുളത്ത് ഈ ട്രെയിൻ പിടിച്ചിടുകയും ചെയ്തു. വിശദമായ പരിശോധന മെക്കാനിക് വിഭാഗമടക്കം എത്തി നടത്തിയിരുന്നു. എന്തായാലും ഇതിന്റെ ബ്രേക്ക് ബൈൻഡിംഗ് അതുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക തകരാറാണ് ഈ പുക ഉയരാൻ കാരണം എന്നുള്ളതാണ് നിലവിൽ പറയുന്നത്. മറ്റ് പ്രശ്നങ്ങളില്ല. S2 കോച്ചിന്റെ ഭാഗത്താണ് ഈ പുക ഉയർന്നത്. മെക്കാനിക് വിഭാഗം എത്തി പരിശോധനകൾ പൂർത്തിയാക്കി ട്രെയിൻ ഏകദേശം ഒരു 11:45 തന്നെ യാത്ര പുനരാരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ മറ്റ് പ്രശ്നങ്ങളൊന്നും ഈ ട്രെയിനുമായി ബന്ധപ്പെട്ട് ഇല്ലതാണ്. ശരി, ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല. ട്രെയിൻ യാത്ര പുനരാരംഭിച്ചിട്ടുണ്ട്. മത്സര ഓട്ടത്തിലെ തർക്കത്തെ തുടർന്ന് എറണാകുളം കാലടിയിൽ ടൂറിസ്റ്റ് ബസ്സിലെ ജീവനക്കാർ KSRTC ബസിന്റെ താക്കോൽ ഊരിയെടുത്ത് എറിഞ്ഞു എന്ന് പരാതി. ബസ് യാത്രക്കാരുമായി ടൗണിൽ കിടക്കുകയാണ്. താക്കോലിനു വേണ്ടി റോഡിൽ തെരച്ചിൽ തുടരുകയാണ്. തെറ്റായ ദിശയിലാണ് KSRTC ബസ് കിടക്കുന്നത്. ഇത്തവണത്തെ ഹജ്ജിന് സൗദി ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഒരുക്കിയത് മികച്ച സൗകര്യങ്ങളായിരുന്നുവെന്ന് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി CEO C ഷാനവാസ് IAS. ഇന്ത്യയിൽ നിന്നുള്ള 42,000-ഓളം തീർത്ഥാടകർക്ക് ഈ വർഷം ഹജ്ജിനുള്ള അവസരം നഷ്ടപ്പെട്ടു. ഇതിൽ നിന്ന് സ്വകാര്യ ഗ്രൂപ്പുകൾ പാഠം ഉൾക്കൊള്ളണമെന്നും അദ്ദേഹം 24-നോട് പറഞ്ഞു. ഹജ്ജ് കർമ്മങ്ങൾ അവസാനിച്ചു. തീർത്ഥാടകരെല്ലാം മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്നും 1,32,000-ഓളം തീർത്ഥാടകരാണ് ഇത്തവണ ഹജ്ജ് നിർവഹിച്ചത്. ഈ സമയത്ത് നമ്മോടൊപ്പം ചേരുകയാണ് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി CEO C ഷാനവാസ് IAS. എങ്ങനെ വിലയിരുത്തുന്നു ഇത്തവണത്തെ ഹജ്ജിനെ? ഇപ്രാവശ്യത്തെ ഹജ്ജ്
ഒരു പതിവിന് വിപരീതമായി കഴിഞ്ഞ വർഷങ്ങളെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഭയങ്കര ബെറ്ററായി. നമ്മുടെ ഇതുവരെയുള്ള മരണസംഖ്യ 36 പേരാണ് ഇതുവരെ മരിച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങനൊരു അപകടങ്ങളോ ഒരു അനാസ്ഥ മൂലമോ ഒരു ചൂട് കൊണ്ടോ അങ്ങനെ ഒരു അപകടങ്ങളൊന്നും ഇപ്രാവശ്യം ഉണ്ടായിട്ടില്ല. 36 പേര് എന്ന് പറയുമ്പോൾ ഇന്ത്യക്കാർ 36 പേര്. അതിൽ കൂടുതൽ പേരും നാച്ചുറൽ ഡെത്താണ്. കോമോർബിഡിറ്റി ഉള്ള ആൾക്കാരായിരുന്നു. ക്യാൻസർ പേഷ്യൻസ് ഉണ്ടായിരുന്നു, ഹാർട്ട് സംബന്ധമായും മറ്റസുഖങ്ങളുള്ളവരുണ്ടായിരുന്നു. കുറച്ച് പേര് ഹാർട്ട് അറ്റാക്ക് എല്ലാം വന്ന് മരിച്ചവരാണ്, ഹോസ്പിറ്റൽ കെയറിലിരുന്ന് അവിടെ നിന്ന് മരിച്ചവരാണ്. അതല്ലാതെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് പേര് 206 പേര് ഇന്ത്യയിൽ നിന്ന് മൊത്തം മരിച്ചിട്ടുണ്ട്. അതിൽ ഈ മഷയർ ടൈമിൽ മാത്രം ആ കോർ ഹജ്ജ് പീരീഡിൽ മാത്രം 100ഓളം പേര് മരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം അങ്ങനെയുള്ള വലിയ അപകടങ്ങളൊന്നും അൽഹംദുലില്ലാഹ് ഉണ്ടായിട്ടില്ല. ഇന്ത്യയുടെ ഹജ്ജ് കോട്ട ശരിക്കും 1,75,000 ആണ്. പക്ഷേ 1,32,000 ആളുകൾക്ക്, അതായത് 1,22,000 ഹജ്ജ് കമ്മിറ്റി വഴിയും 10,000 തീർത്ഥാടകർ സ്വകാര്യ ഗ്രൂപ്പുകൾ വഴിയാണ് ഇത്തവണ ഹജ്ജ് നിർവഹിച്ചത്. 42,000 ആളുകൾക്ക് സ്വകാര്യ ഗ്രൂപ്പിലെ ആളുകൾക്ക് ഇത്തവണ ഹജ്ജ് നിർവഹിക്കാനുള്ള അവസരം ഉണ്ടായില്ല. ഒരുപക്ഷെ സമീപകാലത്ത് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയധികം ഇന്ത്യക്കാർക്ക് ഹജ്ജ് നിർവഹിക്കാനുള്ള അവസരം കിട്ടാത്തത്. എന്താണ് ഇതിന് സംഭവിച്ചത്? ഇപ്രാവശ്യം ഹജ്ജ് 2025 70% ഹജ്ജ് കമ്മിറ്റിക്കും 30% പ്രൈവറ്റിനുമായിരുന്നു. അപ്പം നമുക്കുണ്ടായിരുന്ന 1,22,500 പേര് 70% കോട്ട നമുക്ക് മുഴുവനായും കൊണ്ടുവരാനും അവരെ ഹജ്ജ് ചെയ്യിപ്പിക്കാനും നമുക്ക് പറ്റി. പ്രൈവറ്റിനുണ്ടായിരുന്ന 30%, അതായത് 52,000 കോട്ട. അപ്പോൾ അതിൽ എല്ലാ വർഷവും സൗദി ഗവൺമെൻറ് ഈ ഡെഡ് ലൈൻ വയ്ക്കും. അതായത് നമുക്ക് മഷെയർ കോൺട്രാക്റ്റ്, സർവീസ് പ്രൊവൈഡർ കോൺട്രാക്റ്റ് ഫൈനലൈസ് ചെയ്യാനുള്ള തീയതികൾ, ട്രാൻസ്പോർട്ടേഷൻ ഫൈനലൈസ് ചെയ്യാനുള്ള തീയതികൾ, ഓരോരോ കാര്യങ്ങൾക്കും ഓരോരോ ഡെഡ് ലൈൻ ഉണ്ടാവും. അപ്പോൾ ഇതിന് മുമ്പുള്ള വർഷങ്ങൾ എന്താ സംഭവിച്ചിരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡെഡ് ലൈൻ ഉണ്ടെങ്കിലും നമ്മുടെ പ്രൈവറ്റിൽ വരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ കുറച്ച് ഹജ്ജിനോട് അനുബന്ധിച്ച് മാത്രമേ അവരുടെ യാത്രയെല്ലാം ഫൈനലൈസ് ചെയ്ത് അവർ ഹജ്ജിനോട്ട് പുറപ്പെടുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഡെഡ് ലൈൻ ഇപ്രാവശ്യം മിസ് ചെയ്തു. കഴിഞ്ഞ വർഷങ്ങളിൽ മിസ് ചെയ്തിരുന്നെങ്കിലും സൗദി അതത്ര സ്ട്രിക്റ്റായി എടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് എക്സ്റ്റൻഷൻ കൊടുത്ത് അവർക്ക് മുഴുവൻ കോട്ടയും കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു. ഇപ്രാവശ്യം അവരത് വളരെ സ്ട്രിക്റ്റായി ഇംപ്ലിമെൻറ്റ് ചെയ്തു. അപ്പോൾ ഈ പ്രൈവറ്റുകാർ ബുക്ക് ചെയ്തിരുന്ന സോൺ, മീനയിലെ സോൺ വരെ ചിലപ്പോൾ ചില ഗ്രൂപ്പുകാർക്ക് നല്ല സോണെല്ലാം കിട്ടിയിരുന്നു, സോൺ 1, 2 അങ്ങനെയെല്ലാം കിട്ടിയിരുന്നു. അപ്പോൾ അതെല്ലാം ക്യാൻസൽ ചെയ്തു പോയി. മാർച്ച് 10 ശേഷം സൗദി ഇതെല്ലാം ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇൻ എഫക്റ്റ് നമ്മുടെ കോട്ട 0 ആയിരുന്നു പ്രൈവറ്റിൻ്റെ. പിന്നെ അത് മിനിസ്ട്രിയും ഇവിടുത്തെ കോൺസുലേറ്റും എല്ലാം ഇടപെട്ട് കുറേ ചർച്ചകൾ നടത്തിയതിന് ശേഷമാണ് അതൊരു 10,000 നമുക്ക് കിട്ടിയത്. തീർത്ഥാടകരെല്ലാം നാട്ടിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് എത്തിയ തീർത്ഥാടകർ 8 ദിവസത്തെ സന്ദർശനത്തിനായി അടുത്ത ദിവസം മദീനയിലേക്ക് പോകും. മദീനയിൽ നിന്നായിരിക്കും ഇവരുടെ നാട്ടിലേക്കുള്ള മടക്കയാത്ര. ജിദ്ദയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. ഒമാനിലെ ദോഫാറിൽ മൺസൂൺ കാലത്തെ വരവേൽക്കാനൊരുങ്ങുന്നു. ഖരീഫ് കാലത്തിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയെങ്കിലും സലാലയിലും പരിസരങ്ങളിലും കനത്ത ചൂടാണ് ഇപ്പോഴും അനുഭവപ്പെടുന്നത്. ഖരീഫ് സീസൺ വരവറിയിച്ച് അടുത്ത ശനിയാഴ്ച മുതൽ ദോഫാറിൽ മഴമേഘങ്ങൾ എത്തിത്തുടങ്ങുമെന്ന് കാലാവസ്ഥാ സൂചകങ്ങളും ഉപഗ്രഹ ചിത്രങ്ങളും സൂചിപ്പിക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ ഖരീഫിന്റെ ആഴ്ചകൾക്ക് മുൻപ് തന്നെ ദോഫാറിലെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും പർവ്വത പ്രദേശങ്ങളിലും മഴ ലഭിച്ചിരുന്നുവെങ്കിൽ ഇത്തവണ മഴയ്ക്കായി കാത്തിരിപ്പാണ്. മലനിരകളും മറ്റും ഇതുവരെ പച്ചപിടിച്ച് തുടങ്ങിയിട്ട് പോലുമില്ല. അതിനാൽ തന്നെ ബലിപെരുന്നാൾ അവധി ദിനങ്ങളിലും സലാലയിലേക്ക് മുൻകാലങ്ങളെ അപേക്ഷിച്ച് സഞ്ചാരികൾ കുറഞ്ഞിരുന്നു. ജൂൺ 4-ാം വാരത്തോടെ ഖരീഫ് എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ വ്യാപാരികളും കച്ചവട സ്ഥാപനങ്ങളും. സലാലയിൽ ഇതുവരെ മഴ തുടങ്ങിയിട്ടില്ല. ഏകദേശം ഈ മാസം ജൂൺ അവസാനത്തോടു കൂടി മഴ തുടങ്ങുമെന്നാണ് എല്ലാവരും പ്രതീക്ഷ. നമ്മളെപ്പോലുള്ള ട്രാവലേഴ്സും അതേപോലെ കച്ചവടക്കാരും ഒക്കെ മഴയെ പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത്. എല്ലാ വർഷത്തെയും പോലെ ഖരീഫിൻ്റെ വളരെ വിപുലമായ ഒരുക്കങ്ങളാണ് ഇവിടുത്തെ അധികാരികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഖരീഫ് ആസ്വദിക്കാൻ ദോഫാറിലെത്തുന്ന വിനോദസഞ്ചാരികൾക്കായി ടൂറിസം സേവനങ്ങൾക്ക് ലൈസൻസുള്ള സ്ഥാപനങ്ങളുടെ എണ്ണം 100 ഉയർത്തുകയും 7,300 മുറികൾ ഒരുക്കുകയും ചെയ്തതായി പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. സലാല, താഖ, മിർബാത്ത് എന്നിവിടങ്ങളിൽ പുതിയ ഹോട്ടലുകൾ ഇതിനോടകം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 2024 ഖരീഫ് സീസണിൽ ദോഫാറിൽ 1.48 ദശലക്ഷം സന്ദർശകരാണ് എത്തിയത്. 2023 അപേക്ഷിച്ച് 9% വർധനവാണ് കഴിഞ്ഞ വർഷം ഉണ്ടായത്. 24 ഒമാൻ. ശ്രദ്ധേയമായി പാൻ ബഹ്റൈൻ 19ാമത് വാർഷികവും അവാർഡ് ദാന ചടങ്ങും. പാൻ ബെസ്റ്റ് സോഷ്യൽ വർക്കർ അവാർഡ് അങ്കമാലിയിൽ നിന്നുള്ള ഹിമാൻ റോബോ പാർക്ക് ഉടമസ്ഥൻ ജോസ് കെട്ടിക്കും, പാൻ ബിസിനസ് എക്സലൻസ് അവാർഡ് മൂക്കന്നൂർ ജോഷ്മാൾ ഉടമ ഔസേപ്പച്ചൻ തെക്കേടത്തിനും സമ്മാനിച്ചു. പരിപാടിയിൽ മുഖ്യാതിഥിയായി TP ശ്രീനിവാസൻ പങ്കെടുത്തു.
ബഹ്റിനിലെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ സംഘടനയായ പ്രവാസി അസോസിയേഷൻ ഓഫ് അങ്കമാലി നെടുമ്പാശ്ശേരി സംഘടിപ്പിച്ച 19ാമത് വാർഷികവും അവാർഡ്ദാന ചടങ്ങും ഫ്രണ്ട്ഷിപ്പ് ബാങ്കറ്റും ശ്രദ്ധേയമായി. ടുബ്ലി മർമറിസ് ഹാളിൽ നടന്ന ചടങ്ങിൽ മുഖ്യാതിഥിയായി ഇന്ത്യയുടെ പ്രമുഖ നയതന്ത്രജ്ഞനും വിവിധ രാജ്യങ്ങളിൽ അംബാസിഡറുമായിരുന്ന ടി.പി. ശ്രീനിവാസൻ, വിശിഷ്ടാതിഥിയായി സുപ്രീം കോടതി അഭിഭാഷക അഡ്വക്കേറ്റ് ദീപ ജോസഫ് എന്നിവർ പങ്കെടുത്തു. പാൻ ഭരണസമിതി അംഗങ്ങൾ, കോർ കമ്മിറ്റി അംഗങ്ങൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ മുഖ്യാതിഥി ടി.പി. ശ്രീനിവാസൻ, വിശിഷ്ടാതിഥി അഡ്വക്കേറ്റ് ദീപ ജോസഫ് എന്നിവർ ഭദ്രദീപം കൊളുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ പ്രവാസികൾ ഇന്ത്യയുടെ വികസനത്തിന് മുതൽക്കൂട്ടാണെന്നും പാൻ ബഹ്റിൻ പോലുള്ള മലയാളി സംഘടനകൾ നടത്തുന്ന സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പ്രശംസനീയമെന്നും ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ പ്രവാസികളുടെ ഒത്തൊരുമയാണ് ഇന്ത്യയുടെ വിജയമെന്നും ടി.പി. ശ്രീനിവാസൻ തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഓരോ ഭാഗത്തിന്റെയും ഓരോ ഡിസ്ട്രിക്റ്റിന്റെയും ഒക്കെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇപ്പോൾ അസോസിയേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മുമ്പത്തേക്കാൾ അധികം സംഘടനകളുണ്ട് മലയാളികളുടേതായിട്ട്. പക്ഷേ ഇവയെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത് ഇന്ത്യക്കാരുടെ ക്ഷേമത്തിന് വേണ്ടിയാണ്. ഇന്ത്യ ഗവൺമെൻറ്റും മറ്റ് രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുവാനുമാണ്. നാം ഇന്ന് ആഘോഷിക്കുന്ന ഈ പാൻ ബഹ്റൈൻ എന്ന സംഘടന അതിലൊന്നാണ്. ചടങ്ങിൽ സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി സംഘടന എല്ലാ വർഷവും നൽകി വരാറുള്ള പാൻ ബസ് സോഷ്യൽ വർക്കർ അവാർഡ് അങ്കമാലിയിൽ നിന്നുള്ള ഹീമാൻ റോബോ പാർക്ക് ഉടമസ്ഥൻ ജോസ് കെറ്റിക്ക് മുഖ്യാതിഥികൾ ചേർന്ന് സമ്മാനിച്ചു. മുക്കന്നൂർ ജോഷ്മാൾ ഉടമ ഔസേപ്പച്ചൻ തെക്കേടത്തിന് പാൻ ബിസിനസ് എക്സലൻസ് അവാർഡും അതിഥികൾ സമ്മാനിച്ചു. കൂടാതെ ബഹ്റിനിൽ 25 വർഷം പൂർത്തിയാക്കിയ സംഘടനയിലെ മുതിർന്ന അംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു. ചടങ്ങിൽ അഡ്വക്കേറ്റ് ദീപ ജോസഫിന്റെ ഡിവൈൻ ഗ്രിഡ് ദി പവർ ഓഫ് വിമൻസ് വിൽ എന്ന പുസ്തകം അതിഥികൾക്ക് കൈമാറിക്കൊണ്ട് പ്രകാശനം ചെയ്തു. കൂടാതെ പാൻ ബഹ്റിന്റെ 19ാമത് വാർഷികം വേദിയിൽ ഏവരും ചേർന്ന് കേക്ക് മുറിച്ച് ആഘോഷിച്ചു. കെ.ടി. ജോസ്, ഔസേപ്പച്ചൻ ടി.വി., പോളി പറമ്പി, ഡേവിസ് മഞ്ഞളി, ഫ്രാൻസിസ് കൈതാരത്ത്, ഡോളി ജോർജ്, മെമ്പർഷിപ്പ് സെക്രട്ടറി റെയ്സൻ വർഗീസ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ച ചടങ്ങിൽ ചാരിറ്റി കൺവീനർ ജിജോ ജോർജ് പാൻ ബഹ്റിൻ നടത്തുന്ന ചികിത്സാ സഹായം, പഠന സഹായം തുടങ്ങിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ചും അറിയിച്ചു. പ്രോഗ്രാം കൺവീനർ ഡോളി ജോർജ് നന്ദി രേഖപ്പെടുത്തിയ ചടങ്ങിൽ ബഹ്റിനിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളും പങ്കെടുത്തു. മറീന ഫ്രാൻസിസ് അവതാരകയായ ചടങ്ങിൽ വയലിൻ സോളോ പെർഫോമൻസ്, ഡാൻസ് തുടങ്ങിയ വിവിധ കലാപരിപാടികളും ഉൾപ്പെടുത്തിയിരുന്നു. 24 ബഹ്റൈൻ. നേരത്തെ പൂർത്തിയാക്കാൻ കഴിയാതെ പോയ റിപ്പോർട്ടിലേക്കാണ്. ഫ്രാഗ്രൻസ് വേൾഡ് 24 കേരള ക്രിക്കറ്റ് ചലഞ്ച് ദുബായിൽ പുരോഗമിക്കുന്നു. ദുബായിലെ ഡാനിബ് സ്പോർട്സ് വേൾഡിലാണ് മത്സരം. പുരുഷ ടീമുകൾക്ക് പുറമെ വനിതാ ടീമുകളും മത്സരത്തിൽ മാറ്റുരയ്ക്കാനെത്തുന്നുണ്ട്. 24 കേരള ക്രിക്കറ്റ് ചലഞ്ചിന്റെ ആവേശോജ്വലമായ മത്സരം ഇപ്പോൾ 2ാം ദിവസത്തിലേക്ക് കടത്തിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഡാനിബ് സ്പോർട്സ് വേൾഡിലാണ് ഈ ഒരു ആവേശകരമായ മത്സരം നടക്കുന്നത്. ഇന്നലെ 16 മത്സരങ്ങളാണ് 2 ഗ്രൂപ്പുകളിലായി നടന്നത്. ഇതിലിപ്പോൾ ഗ്രൂപ്പ് 1ലും ഗ്രൂപ്പ് 2ലും പാലക്കാട്, മലപ്പുറവുമാണ് ലീഡ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ 20 മത്സരങ്ങളാണ് ഇവിടെ നടന്നത്. ഈ 20 മത്സരങ്ങൾ പൂർത്തിയാക്കുമ്പോൾ ഈ ഗ്രൂപ്പ് നില മാറി മറിയും എന്ന് തന്നെയാണ് ഇവിടെയുള്ള എല്ലാവരും തന്നെ പ്രതീക്ഷിക്കുന്നത്. രാത്രി വൈകിയും മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. നാളെയും ലീഗ് മത്സരങ്ങളുണ്ട്. അതിനുശേഷം ഏവരും ആവേശത്തോടെ കാത്തിരിക്കുന്ന ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനൽ, അതോടൊപ്പം തന്നെ ആര് കപ്പ് ഉയർത്തുമെന്ന് അറിയാനായി ആവേശത്തോട് കാത്തിരിക്കുന്ന ഫൈനൽ മത്സരവും നാളെ നടക്കും. എന്തായാലും യു.എയിലെ ക്രിക്കറ്റ് ആരാധകർ എല്ലാവരും തന്നെ ഉത്സവ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഡാനിബ് സ്പോർട്സ് വേൾഡിൽ എന്ന് തന്നെ പ്രത്യേകം പറയേണ്ടി വരും. മത്സരങ്ങളെല്ലാം നല്ല ആവേശകരമായ മത്സരങ്ങൾ തന്നെയായിരുന്നു. ഗ്രൂപ്പ് 1ൽ പാലക്കാടും ഗ്രൂപ്പ് 2ൽ മലപ്പുറമാണ് ഇപ്പോൾ ലീഡ് ചെയ്തിരിക്കുന്നത്. നാളെ വീണ്ടും മാറി മറിയാം. എല്ലാ ടീമുകളും ഒപ്പത്തിനൊപ്പം വീറും വാശിയോടുകൂടി നിൽക്കുന്നുണ്ട്. നാളത്തെ എന്തായാലും ടേബിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. കാരണം 6 മത്സരങ്ങൾ ഓരോ ടീമിനും കിട്ടുന്നുണ്ട്. അതോടൊപ്പം നാളെ ഈ ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് പുറമെ ആവേശോജ്വലമായ മറ്റു പല കലാപരിപാടികളും ഇവിടെ നടക്കുന്നുണ്ട്. ആഭ്യന്തര കുറ്റവാളിയുടെ ക്രൂ അംഗങ്ങൾ നാളെ ഈ ഒരു വേദിയിൽ ഇവിടെയുള്ള ആരാധകരെ കാണുവാനായി എത്തുന്നു. ആസിഫ് അലി ഉൾപ്പെടെയുള്ള താരനിര തന്നെ നാളെ ഇവിടെ എത്തും. അതിനായി എല്ലാം തന്നെ കാത്തിരിക്കുകയാണ് ഇവിടെയുള്ള ക്രിക്കറ്റ് ആരാധകർ. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാൻ, 24. ലോക രക്തദാന ദിനത്തോടനുബന്ധിച്ച് കുവൈത്തിലെ ഇന്ത്യൻ എംബസി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇന്ത്യൻ ഡോക്ടേഴ്സ് ഫോറവുമായി സഹകരിച്ചാണ് അദാൻ ആശുപത്രിയിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഇന്ത്യൻ അംബാസിഡർ ആദർശ് സ്വൈക്ക, എംബസിയിലെ മറ്റു ഉദ്യോഗസ്ഥർ എന്നിവരുടെ സാന്നിധ്യത്തിൽ കുവൈത്ത് ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അബ്ദുൽ വഹാബ് അൽ അവാദി ഉദ്ഘാടനം ചെയ്തു. കുവൈത്തിലെ വിവിധ ഇന്ത്യൻ അസോസിയേഷനുകളിൽ നിന്നായി നിരവധി പേർ രക്തദാനം നടത്തി. ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരും IDF പ്രതിനിധികളും ക്യാമ്പിന് നേതൃത്വം നൽകി. കുവൈത്തിൽ മലയാളി ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു. കോഴിക്കോട് കാക്കൂർ സ്വദേശി അബ്ദുൽ ജബ്ബാർ KP ആണ് മരിച്ചത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലെത്തിക്കുമെന്ന് കുവൈത്ത് കേരള മുസ്ലിം അസോസിയേഷൻ മാഗ്നൈറ്റ് വിംഗ് അറിയിച്ചു. ഈ റിപ്പോർട്ടോടെ ഗൾഫ് ഫോക്കസ് പൂർത്തിയാവുകയാണ്. നമസ്കാരം.